നല്ല ഭക്ഷണം ആവശ്യപ്പെട്ട ബിഎസ്എഫ് ജവാനെ മാനസിക രോഗിയും വഴക്കാളിയുമായി ചിത്രീകരിച്ച ബിഎസ്എഫ് അധികൃതരുടെ നടപടിക്കെതിരെ ജവാന്റെ ഭാര്യ രംഗത്ത്. മാനസിക പ്രശ്നവും വഴക്കാളിയുമാണെങ്കിൽ തന്റെ ഭർത്താവിനെ എന്തിനാണ് അതിർത്തിയിൽ കാവലിന് അയച്ചത് എന്ന് ഷർമിള യാദവ് ചോദിക്കുന്നു. തന്റെ ഭർത്താവ് നല്ല കാര്യമാണ് ചെയ്തത് എന്നും മുഴുവൻ സൈനികർക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചതെന്നും ഷർമിള യാദവ് പറയുന്നു. मेरे हस्बैंड ने जो किया है वो बहुत अच्छा किया है, सैनिकों के हक में किया है और ये कोई गलत तो नहीं है रोटी की मांग करना। और जो सच्चाई है वो दिखाई है उन्होंने। और ये कहा जा रहा है कि वो उसकी मानसिक स्थिति ठीक नहीं है, ये गलत है। अगर मानसिक स्थिति ठीक नहीं थी तो उसको बॉर्डर क्यों भेज दिया गया, क्यों उससे ड्यूटी करवाई जा रही थी, इलाज क्यों नहीं करवाया गया। अब ये कह रहे हैं कि वो पागल है, पागल बता रहे हैं, कभी उसका रिकॉर्ड खराब बता रहे हैं, कभी कुछ बता रहे हैं। इतने साल से तो कभी ऐसी कोई बात सामने आई नहीं, अब एकदम से सब कुछ सामने आ गया। तो हम यही चाहते हैं कि सरकार इसमें पूरी जांच करे और हमारे साथ अन्याय हो और मेरे हस्बैंड के साथ भी न्याय हो। സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ ജവാന്റെ തുറന്നു പറച്ചിലുണ്ടായത്. മോശം ഭക്ഷണമാണ് ഞങ്ങൾക്ക് നൽകുന്നത്, അത് പര്യാപ്തമല്ല എന്ന തരത്തിൽ ഇത് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്വേഷണവുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് എന്താണ്? അരുൺ, സൈന്യത്തിൽ പട്ടിണിയാണ് എന്ന് ആരോപിച്ച ജവാന്റെ ഭാര്യയാണ് ഇപ്പോൾ ഒരു വീഡിയോ ദൃശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സൈന്യത്തിൽ 10 മണിക്കൂറോളം ജോലി ചെയ്യുകയും വളരെ മോശം ഭക്ഷണമാണ് ലഭിക്കുന്നത് എന്നും BSF ജവാനായ തേജ് ബഹദൂർ വീഡിയോ ദൃശ്യത്തിലൂടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിരുന്നു. ഇത് വലിയ രീതിയിലുള്ള വിവാദമാവുകയും ചെയ്തു. ഇതിന് മറുപടി എന്നോണം BSF അധികൃതർ വ്യക്തമാക്കിയ കാര്യം, തേജ് ബഹദൂർ മാനസിക അസ്വാസ്ഥ്യമുള്ളയാളാണെന്നും നിരന്തരമായി അച്ചടക്ക ലംഘനം നടത്തുന്നയാളാണെന്നും നിരവധി തവണ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്നതുൾപ്പെടെയുള്ള മദ്യപാനിയാണ് എന്നതുൾപ്പെടെയുള്ള വിശദീകരണങ്ങളാണ് BSF അധികൃതർ നൽകിയിരുന്നത്. എന്നാൽ ഇതിനെതിരെയാണ് തേജ് ബഹദൂറിന്റെ ഭാര്യ ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യത്തിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ അവർ ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യം, തന്റെ ഭർത്താവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് അതിർത്തിയിലെ സേവനത്തിനായി അയച്ചത്, അല്ലെങ്കിൽ ഇത്രയ്ക്കും പ്രശ്നക്കാരനാണെങ്കിൽ എന്തുകൊണ്ടാണ് നടപടികൾ സ്വീകരിക്കുകയോ മറ്റു തരത്തിലുള്ള ഇതിനു മുൻപ് ഈ കാര്യങ്ങൾ പറയുകയോ ചെയ്യാതിരുന്നത്. ഏതായാലും എന്റെ ഭർത്താവ് ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ സൈനികർക്കും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സേവനം ചെയ്തത്. നല്ല ഭക്ഷണം ആവശ്യപ്പെടുന്നത് തെറ്റാണെന്ന് കണക്ക് കൂട്ടാനാകില്ല എന്ന് ഈ വീഡിയോ സന്ദേശത്തിൽ തേജ് ബഹദൂറിന്റെ ഭാര്യ പറയുന്നു. വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ സൈന്യത്തിന്റെ വിശദീകരണം, BSFന്റെ വിശദീകരണത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെ എന്തിനാണ് മാനസിക അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ അതിർത്തിയിലേക്ക് സേവനത്തിന് അയച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അതേസമയം തന്നെ മറ്റ് ചില തെളിവുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തേജ് ബഹദൂർ ഭാര്യയ്ക്ക് അയച്ചത് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശം കൂടി വന്നിട്ടുണ്ട്. ഈ വീഡിയോ, സൈന്യത്തിൽ പട്ടിണിയാണ് എന്ന് പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായ ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. എന്നാൽ ഇതിന്റെ ആധികാരികത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ പറയുന്ന കാര്യം, ഉന്നത ഉദ്യോഗസ്ഥർ, മേൽ ഉദ്യോഗസ്ഥർ മാപ്പ് പറയണം എന്ന് പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും താനിപ്പോൾ സുരക്ഷിതനാണെന്നും ഭാര്യയോട് ഈ ഓഡിയോ സന്ദേശത്തിലൂടെ തേജ് ബഹദൂർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഭാര്യ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം, ഇത് ചർച്ചയായതിനു ശേഷം ഭർത്താവിനെ അധികമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല, എവിടെയാണ് എന്റെ ഭർത്താവ് ഉള്ളത് എന്ന തരത്തിലുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആഭ്യന്തര മന്ത്രാലയ തലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. റിപ്പോർട്ട് BSFനോട് ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ BSFലുള്ള ആഭ്യന്തരമായ അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അരുൺ, ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇത് ദേശീയ തലത്തിൽ വലിയ തരത്തിൽ ചർച്ചയായപ്പോൾ ഇക്കാര്യത്തിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി അല്ല എങ്കിൽ പോലും അച്ചടക്ക നടപടിക്ക് വിധേയനായ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന കാര്യമാണ് പറഞ്ഞത്. മറിച്ച് അതിന്റെ മെറിറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അടിസ്ഥാനപരമായി എന്ത് പ്രശ്നമാണ് സൈനികർക്കിടയിൽ നിലനിൽക്കുന്നത് എന്ന കാതലായ വിഷയത്തിലേക്ക് വന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ഈ ആഭ്യന്തര പീഡനം എന്ന തരത്തിൽ അങ്ങ് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ പ്രതിഫലനമാണോ ഇപ്പോൾ ഈ ഭാര്യയുടേതായി ഉണ്ടായിട്ടുള്ളത്?
അരുൺ, ഇതിന് BSF നൽകിയിരിക്കുന്ന വിശദീകരണം, ഏറ്റവും ഒടുവിലായി BSFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്ന വിശദീകരണം, തേജ് ബഹദൂറിന്റെ ആരോപണങ്ങൾ ഗൗരവമായി തന്നെ BSF കാണുന്നുണ്ട്, അതിന്റെ ഭാഗമായുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. എന്നാൽ BSFിലേക്ക് ഭക്ഷണം നൽകുന്നത് സൈന്യത്തിന്റെ കരസേനയാണ് ഭക്ഷണം സപ്ലൈ ചെയ്യുന്നത്. അവർക്ക് നൽകുന്നതിന് സമാനമായ ഏറ്റവും മികച്ച ഭക്ഷണം തന്നെയാണ് BSFിലെ ജവാന്മാർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തേജ് ബഹദൂർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് BSFിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് BSF അന്വേഷണം നടത്താൻ ബാധ്യസ്ഥമാണ് എന്നുള്ള തരത്തിലുള്ള വിശദീകരണവും വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ഇപ്പോൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും ദേശീയത പറയുന്ന BJP സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ രാജ്യസ്നേഹവും ജവാന്മാരുടെ ത്യാഗവും പലപ്പോഴും നാഴികക്ക് 40 വട്ടം ഉയർത്തി കാണിക്കുന്ന BJP ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ തന്നെയാണ് സൈന്യത്തിൽ ജവാന്മാർക്ക് ഇത്തരത്തിൽ ദുരിതപൂർണമായ ജീവിതമാണ് ഉള്ളത് എന്നുള്ളതിന്റെ നേർസാക്ഷ്യം അത് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യം മഞ്ഞുമലകളിൽ നിന്നുകൊണ്ട് ഒരു സൈനികൻ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ഇതിന് വിശദീകരണം നൽകണം എന്നുള്ള കാര്യത്തിൽ പോലും കേന്ദ്ര സർക്കാരിന് വ്യക്തത ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഈ വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ നിന്നും ചർച്ചയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അടിയന്തര അന്വേഷണം പ്രഖ്യാപിക്കാനും റിപ്പോർട്ട് നൽകാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വസ്തുത എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അതേസമയം തന്നെ ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വന്നത്, ഈ തേജ് ബഹദൂർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന് പറയുന്ന തരത്തിൽ ഈ സൈന്യത്തിന്റെ കൈവശം നിന്നും ആഹാര സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ തുച്ഛമായ വിലക്ക് വാങ്ങാറുണ്ട് എന്നുള്ള പരിസരവാസികളുടെ വെളിപ്പെടുത്തലാണ്. അതായത് തേജ് ബഹദൂർ ഉന്നയിച്ചതുപോലെ തന്നെ ഭക്ഷണം, റേഷൻ കൃത്യമായും സൈനികർക്കുണ്ട്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് മറിച്ചു വിൽക്കുകയും പകരം മോശം ഭക്ഷണം ജവാന്മാർക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ്. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് പ്രദേശവാസികൾ ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തലുകൾ. സൈന്യത്തിന്റെ ശേഖരത്തിലുള്ള ഈ ഭക്ഷണ സാധനങ്ങൾ, ആഹാര സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് എന്ന് പ്രദേശവാസികൾ വെളിപ്പെടുത്തുന്നു. ഇതുകൂടി പുറത്തു വന്നപ്പോൾ ഏതായാലും ഈ തേജ് ബഹദൂർ ഉന്നയിച്ച ആരോപണങ്ങൾ സൈന്യത്തിന്റെ ഉന്നത തലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ, റേഷൻ നൽകുന്ന കാര്യത്തിൽ അഴിമതി നടത്തുന്നുണ്ട് എന്ന് ശരിവെക്കുന്ന ആരോപണങ്ങളാണ് പ്രദേശവാസികൾ തെളിവുകൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിന് വളരെ കൃത്യമായി തന്നെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ മറുപടി പറയേണ്ടതായി വരും. ഈ സൈന്യത്തിന് അതിൻ്റെതായ ഒരു സംവിധാനമുണ്ട്. സ്വാഭാവികമായും ഈ ആഭ്യന്തരമായി നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ പ്രത്യക്ഷമായി പറയാനോ പുറത്തു പറയാനോ ദൃശ്യങ്ങൾ സഹിതം കൊടുക്കാനോ ഒന്നും സാധ്യമല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായാണ് ഇദ്ദേഹം തേജ് ബഹാദൂർ വളരെ കൃത്യമായ ഇത്തരത്തിലൊരു നിലപാടെടുത്തിട്ടുള്ളത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് വളരെ പ്രസക്തമായ കാര്യങ്ങളായി പരിഗണിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ വഴക്കാളിയും ചീത്ത സ്വഭാവമുള്ള ആളായിരുന്നുവെങ്കിൽ ഇന്ത്യൻ സൈന്യം പോലൊരു സൈന്യത്തിൽ, അച്ചടക്ക നടപടി കൃത്യമായി നിഷ്കർഷിക്കുന്ന ഒരു സൈന്യത്തിൽ അദ്ദേഹത്തെ വച്ചുപൊറുപ്പിക്കുമായിരുന്നോ? ഇപ്പോഴാണോ അറിയുന്നത് വഴക്കാളിയാണോ എന്ന തരത്തിലൊക്കെ അത് ഗൗരവമായി പരിഗണിക്കേണ്ടതല്ലേ? അത്തരത്തിലുള്ള ഒരു ചോദ്യം, വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് തേജ് ബഹദൂറിന്റെ ഭാര്യയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടുന്നത്? തന്റെ ഭർത്താവിന് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന് അറിയാമായിരുന്നെങ്കിൽ എന്തിനാണ് അതിർത്തിയിലേക്ക് സേവനത്തിനായി അയച്ചത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം എന്തുകൊണ്ടാണ് ചികിത്സ നൽകാത്തത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. സൈന്യത്തിൽ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കെ അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഇത്തരത്തിലൊരു ആരോപണം പുറത്തു വന്ന സമയത്ത് മാത്രം ഭർത്താവിനെ മാനസിക രോഗിയായി ചിത്രീകരിക്കുന്നതിനെതിരെയാണ് ഭാര്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാനുള്ള ബാധ്യത ഈ ഇവരുടെ മേലുദ്യോഗസ്ഥർക്ക്, ഈ ആരോപണം ഉന്നയിച്ച മേലുദ്യോഗസ്ഥർക്ക് ഉണ്ട്. അതിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് തേജ് ബഹദൂറിന് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നും വഴക്കാളിയാണെന്നും അച്ചടക്കം തുടർച്ചയായി ലംഘിക്കുന്ന ആളെയാണെന്നും മദ്യപാനിയാണെന്നും തുടങ്ങിയ ആരോപണങ്ങൾ ജവാനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങളും പ്രസക്തമാണ്. അതിന് മറുപടി പറയേണ്ട ബാധ്യതയും ഈ BSFിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ അതിന്റെ തലവന്മാർക്ക് ഉണ്ട്. അരുൺ, ഞങ്ങളുടെ പ്രതിനിധി M സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. നല്ല ഭക്ഷണം ആവശ്യപ്പെട്ട BSF ജവാനെ മാനസിക രോഗിയും വഴക്കാളിയുമായി ചിത്രീകരിച്ച BSF അധികൃതരുടെ നടപടിക്കെതിരെ ജവാന്റെ ഭാര്യ രംഗത്ത്.